നമസ്കാരം, ഞാൻ ഡോക്ടർ റുക്സാന. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് യൂറിക് ആസിഡ് എങ്ങനെ ഉണ്ടാവുന്നു, അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് യൂറിൻ മെറ്റാബോളിസം വഴിയാണ്. ഇങ്ങനെ യൂറിക് ആസിഡ് അമിതമായി നമ്മുടെ രക്തത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ സന്ധികളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വേദനയും വീക്കവും ഉണ്ടാക്കി ട്രോഫി എന്ന കണ്ടീഷനിലേക്ക് വരുന്നു. അമിതമായ യൂറിക് ആസിഡ് കിഡ്നി വഴി പുറന്തള്ളുന്ന സമയത്ത് കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കല്ലുണ്ടാവാനുള്ള സാധ്യതയും കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യൂറിക് ആസിഡ് 4 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിലെ അമിതമായി യൂറിക് ആസിഡിന്റെ ഉൽപാദനം ഉണ്ടാകുന്ന സമയത്ത്. ഇത് മെറ്റാബോളിക് ഡിസോർഡേഴ്സിലാണ് സാധാരണ കാണുന്നത്. ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവ ഉള്ള ആളുകളിൽ, അതുപോലെ വണ്ണം കൂടുതലുള്ള ആളുകളിലൊക്കെ ഇത്തരത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാക്കാം. കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി കഴിഞ്ഞ ആളുകളിൽ ആന്റി ക്യാൻസറസ് മെഡിസിൻസ് എടുക്കുമ്പോൾ, ഇമ്മ്യൂണോ സപ്രസീവ് മെഡിസിൻസ് എടുക്കുമ്പോൾ, അതുപോലെ കൊളസ്ട്രോളിനും ഷുഗറിനും BP-ക്കൊക്കെ കഴിക്കുന്ന ചില ഇനം മരുന്നുകൾക്കും യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ജനറ്റിക് ആണ്. മാതാപിതാക്കൾക്ക് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ നിന്നും യൂറിക് ആസിഡ് പുറന്തള്ളാതിരിക്കുന്ന സമയത്ത്, അതായത് അമിതമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡ് ഈ മൂത്രം വഴിയും അതുപോലെ മലം വഴിയൊക്കെയാണ് പുറത്തള്ളുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ കുറയുന്ന സമയത്ത്, അതായത് കിഡ്നിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ പ്രോബ്ലംസ് വരാം. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനത്തിൽ പ്യൂരിനും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവും കൂടുതലായിട്ട് വരുന്ന സമയത്തിലും യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാക്കാം. ആൽക്കഹോൾ അടിക്കുന്ന ആളുകൾ, ആൽക്കഹോളിലൊക്കെ പ്യൂരിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ട്. പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ, റെഡ് മീറ്റ് അതുപോലെ ലിവറൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത്, സീ ഫുഡ് കഴിക്കുന്നത് കൊണ്ട്, ഷുഗർ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, ഷുഗർ എന്ന് പറഞ്ഞാൽ മെയിൻലി ഫ്രക്ടോസ് അടങ്ങിയ ഷുഗർ, അത് നമ്മുടെ ബേക്കറി ഐറ്റംസിലും അതുപോലെ തന്നെ ബോട്ടിൽ ജ്യൂസുകളിലൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇത്തരം ഐറ്റംസ് കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഈ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ 4 കാരണങ്ങളിൽ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ യൂറിക് ആസിഡും കൺട്രോളിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ ഇതിനെ ചികിത്സിക്കുമ്പോൾ 4 കാരണങ്ങളിൽ എന്താണെന്ന് കണ്ടുപിടിച്ച്, അതുപോലെ ഈ രോഗിയുടെയും രോഗത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചാണ് മരുന്നുകൾ നിർണ്ണയിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് കൺട്രോൾ ചെയ്യാനും റിമൂവ് ചെയ്യാനും സാധിക്കും. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.